എൻ്റെ പേര് ആയാസ് മുഹമ്മദ്. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ കോളേജിൽ എത്തിപ്പെട്ടതിലും ഈ കോഴ്സ് സെലക്ട് ചെയ്തതിലും ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് പഠിച്ചിരുന്ന എൻ്റെ സ്കൂളും അവിടുത്തെ ലിറ്റിൽ കാറ്റ്സ് ക്ലബ്ബായിരുന്നു. ഞാൻ എൻ്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു. അപ്പോൾ ആ സമയത്തും എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ അതിലൊരു പ്രാക്ടീസോ മുമ്പൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കറക്റ്റായിട്ട് ലിറ്റിൽ കാറ്റ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത്. എൻ്റെ സ്കൂളിൽ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ബാച്ചിൽ കയറണമെങ്കിൽ ഒരു എക്സാം എഴുതണമായിരുന്നു. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നോർമൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ലിറ്റിൽ കാറ്റ്സ് ചേർന്നതിന് ശേഷമായിരുന്നു മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് എങ്ങനെയാണ് ലിറ്റിൽ കാറ്റ്സ് വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടി നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഇൻഫോർമേഷൻസും എക്സ്പീരിയൻസൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത്. ലൈക്ക് ഒരു എൻജിനീയറിംഗ് അപ്രോച്ചൊക്കെ പോലെ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവുക എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തേക്കുള്ള ഒരു ഫൗണ്ടേഷൻ കൂടി. ലിറ്റിൽ കാറ്റ്സിൽ കയറിയ സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അവിടെയുള്ള പ്രൊജക്ടറുകൾ, പിന്നെ സ്കൂളിന് കിട്ടിയിട്ടുള്ള ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലും മാനേജ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ലിറ്റിൽ കാറ്റ്സിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര നല്ല, എനിക്ക് പിന്നീട് ഭാവിയിൽ ഉപയോഗം ഉണ്ടായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്കിൽ തന്നെയായിരുന്നു. അതിന് എൻ്റെ സ്കൂളിലെ ടീച്ചർമാർക്കും ഭയങ്കര പങ്കുണ്ട്. അവർ തന്ന ട്രെയിനിങ് അത്ര അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൈറ്റ് മാസ്റ്റർ ആയിരുന്ന ശ്രീലത ടീച്ചറും പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന, ഞങ്ങൾക്ക് ഗൈഡ് ചെയ്തിരുന്ന സണ്ണി സാറൊക്കെ തന്നിരുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞത് ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഈ സമയത്ത് മനസ്സിലാക്കാനാവുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ നോളജിനപ്പുറം ലിറ്റിൽ കാറ്റ്സിന് കിട്ടിയ കോഡിങ്, ആനിമേഷൻ സ്കിൽസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ലിറ്റിൽ കാറ്റ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടായിരുന്നു പങ്കെടുത്തിരുന്നത്. അത് നമ്മൾ പഠിച്ചിരുന്നതും ചെയ്തിരുന്നതൊക്കെ പൈത്തൺ ബേസ്ഡ് പ്രൊജക്റ്റിലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം എനിക്ക് ശരിക്കും ഇപ്പോൾ ഈ കോളേജിൽ വന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് പുതിയ സിലബസ് പ്രകാരം ഫസ്റ്റ് ഇയർ മുതലേ പൈത്തൺ പഠിക്കാനുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ കോൺസെപ്റ്റ്, ബേസൊക്കെ പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ലിറ്റിൽ കാറ്റ്സ് എത്രത്തോളം കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫീൽഡിൽ ഒരു ബേസ് എന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഒരുപാട് സബ്ജക്റ്റുകളിൽ കോഡിങ് റിലേറ്റഡ് ബേസൊക്കെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ബേസ് ബിൽഡ് ചെയ്യലാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിൽ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഈ ലിറ്റിൽ കാറ്റ്സിന് കിട്ടിയ ഇൻഫർമേഷൻ ഒരുപാട് ഉപയോഗമായിട്ടുണ്ട്. പിന്നെ ഈ കോളേജിൽ ചേർന്നതിന് ശേഷം അന്നത്തെ ഞങ്ങളുടെ കൈറ്റ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സിംഡ സാറിനെയും രാജീവ് സാറിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ലിറ്റിൽ കാറ്റ്സിൽ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടില്ല, പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്തിലേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെയാണ് കൊടുക്കണമെന്നാണ് അറിഞ്ഞത്. അതിലൊരുപാട് സന്തോഷം. കാരണം ടെക്നോളജി അല്ലെങ്കിൽ ഫീൽഡ് ഇപ്പോൾ ഒരുപാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബേസ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന നിലയിൽ